എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി രണ്ട് ധ്രുവങ്ങളിലായാണ് സഞ്ചരിച്ചത്. നമുക്ക് മാർക്കറ്റിലേക്ക് വരാം. അതിനു മുമ്പ് 2-3 ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഔട്ട്ഡോർ പ്രോഗ്രാം ആകുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഔട്ട്ഡോർ പ്രോഗ്രാം നാളെ മറ്റന്നാളൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും വർക്കിനിടയ്ക്ക് വൈകുന്നേര സമയങ്ങളിൽ നമുക്കൊരു ഇടവേള കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്താൽ മാത്രമേ അതിനനുസരിച്ച് സ്ട്രാറ്റജിയിലൂടെ നമുക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് മറന്നുകൊണ്ടല്ല, പക്ഷേ സാഹചര്യങ്ങൾ നമുക്ക് ചില സമയങ്ങളിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. ഏതായിരുന്നാലും മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി ഒരു ഡൗൺ മൂവ്മെൻറ്റും ബാങ്ക് നിഫ്റ്റി ഒരു അപ്പ് മൂവ്മെൻറ്റുമാണ് ഇന്ന് നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിയും മിഡ് ക്യാപ് നിഫ്റ്റിയും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് സ്റ്റോക്കുകളും ഒക്കെ ഏകദേശം താഴത്തേക്ക് തന്നെയാണ് ഇന്ന് വന്നുകൊണ്ടിരുന്നത്. അതേസമയം ബാങ്ക് നിഫ്റ്റിയോട് അനുബന്ധിച്ചുള്ള സ്റ്റോക്കുകളൊക്കെ മുകളിലേക്ക് പോകുന്നതായും കണ്ടു. ഏകദേശം 600 പോയിൻറ്റിനടുത്താണ് ബാങ്ക് നിഫ്റ്റി റാലി നടത്തിയതെങ്കിൽ നിഫ്റ്റി ഒരു ഡൗൺ സൈഡിലേക്കാണ് വന്നത്. നോക്കൂ, ഒരു ഉച്ച നേരത്തൊക്കെ നിഫ്റ്റി 25,280 എന്നുള്ള ലോ ഒക്കെ ക്രിയേറ്റ് ചെയ്തു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ് കുറച്ചൊരു റീട്രേസ്മെൻറ്റ് നടത്തി 25,400 വരെ പോയത്. ഏതായിരുന്നാലും ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,340 വരും ദിവസം നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയുന്നത് ഒരു ഡൗൺ സൈഡ് തന്നെയാണ്. 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്കിവിടെ ഒരു ഡബിൾ ടോപ്പ് എടുത്തിട്ട് റിട്ടേൺ ആയി എന്ന് പറയാൻ കഴിയില്ല. അതേസമയം നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈന് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലൈനിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ റെസിസ്റ്റൻസായി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ മാർക്കറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് 1 ഡേ ടൈം ഫ്രെയിമിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ നിന്നും ഒരു അപ്സൈഡ് കിട്ടി, ഡൗൺ സൈഡ് കിട്ടി, വീണ്ടും അപ്സൈഡ്. ഇനി ഇവിടെ ചെറിയൊരു കൺസോൾട്ടേഷൻ കഴിഞ്ഞു. ഇനി നേരെ താഴേക്ക് ഡബിൾ ടോപ്പ് വെച്ചുകൊണ്ട് ഇനി താഴത്തേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് താഴേക്ക് വരാനുള്ള ഒരു റേഞ്ച് ഈ ഒരു സ്വിങ്ങിലാണ് നിൽക്കുക. ഇതാണൊരു മേജറായ സപ്പോർട്ടായിട്ട് 24,770. ഓക്കെ, 24,770 വരെ വന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിഫ്റ്റി വീണ്ടും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മേലേക്ക് പോകാനുള്ള സാധ്യത എന്ന് നമുക്ക് അനുമാനിക്കാം. അത് അല്ല എങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ ബോട്ടം ലൈന് എന്ന് പറയുന്നത് നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് വരയ്ക്കാൻ കഴിയുന്നത്. നോക്കൂ, ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്കൊരു റേസിൻ വെഡ്ജാണ് കാണാൻ കഴിയുന്നത്. റേസിൻ വെഡ്ജാണ് ഇത് എങ്കിൽ തീർച്ചയായും ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് വരാനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ആക്ട് ചെയ്യും സപ്പോർട്ടായിട്ട്. അങ്ങനെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 25,150, 25,100 ലെവലുകളിൽ വന്നിട്ട് ഒരുപക്ഷെ തിരിച്ചു പോകാനുള്ള സാധ്യതയാണ് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇവിടെ നിന്നും ഈ ഒരു ലൈനിൽ വന്ന് പോയി കഴിയുമ്പോൾ ഇനി അതല്ല, ഇതൊരു റൈസിൻ വെഡ്ജായി ആക്ട് ചെയ്തുകൊണ്ട് താഴേക്ക് സപ്പോർട്ടിനെ ഭേദിച്ചുകൊണ്ട് താഴേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ 24,770 വരെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഇതിന് ശേഷമായിരിക്കും മുകളിലേക്ക് പോകുക. അതല്ലെങ്കിൽ അതിന് ശേഷം ഇതിനെയും ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും നെക്സ്റ്റ് സ്വിംഗ് ആയിട്ട് ഇതാണ് ആക്ട് ചെയ്യുക. നോക്കൂ, ഇതുവരെ എന്തായാലും 24,100 ഈ ഒരു തരത്തിലാണ് നിഫ്റ്റിയിൽ നമുക്ക് വാച്ച് ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് നിഫ്റ്റിയിൽ അനാലിസിസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി നാളെ നമുക്ക് എങ്ങനെ ട്രേഡ് ഒരു പ്രോപ്പറായ എൻട്രി നടത്തി പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് നിഫ്റ്റിയിൽ വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഏതായിരുന്നാലും നോക്കാം. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോഴും കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നോക്കൂ, ഇതൊരു ട്രെൻഡ് ലൈനിന്, അതായത് ഇതൊരു റെസിസ്റ്റൻസായി ആക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ നിഫ്റ്റി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ നമുക്ക് എൻട്രി താഴത്തേക്കാണ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നത്. താഴത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എൻട്രി എടുക്കാം. ഇവിടെ നിന്ന് 25,290 താഴെ എൻട്രി എടുക്കുന്നതിന് മുൻപ് നമുക്ക് ഒന്നുകൂടെ താഴെ വരികയാണെങ്കിൽ നന്നായി. 25,240 താഴെ എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ചെറിയൊരു സപ്പോർട്ടുള്ളൂ, പക്ഷേ ആ സപ്പോർട്ടിനെ ഭേദിച്ചുകൊണ്ട് തന്നെ തീർച്ചയായും താഴേക്ക് വരും. അങ്ങനെയാണെങ്കിൽ 25,080 എന്നുള്ള ഒരു റേഞ്ച് വരെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. നാളെ നിഫ്റ്റി ഇതിന് താഴെ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റീടെസ്റ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുക. നേരെ താഴേക്ക്
25,070 വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്, വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇൻ കേസ് മുകളിലേക്ക് തന്നെയാണ് പോകുന്നതെങ്കിൽ, നാളെ ഇവിടെ നിന്നും മുകളിലേക്ക് തന്നെയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് എൻട്രി എടുത്ത് പോകാവുന്നതാണ്. 25,400 മുകളിൽ എൻട്രി എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ചെറുതായിട്ടൊരു പ്രതിരോധം 25,430 എന്നുള്ള ഒരു ചെറിയൊരു പ്രതിരോധമുണ്ട്. ഏകദേശം എന്നാലും 100 പോയിൻറ്റിൻ്റെ അടുത്തുണ്ട്, 30 പോയിൻറ്റിന് അടുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാളും നല്ലത് ഇതിന് മുകളിൽ തന്നെ എടുക്കുന്നതായിരിക്കും. ഇതിന് മുകളിൽ എടുക്കുമ്പോൾ ഇവിടെ 25,490 482 അതാണ് ആൾ ടൈം ഹൈ എന്ന് പറയുന്നത്. നോക്കൂ, അപ്പോൾ 25,430 മുകളിൽ ഇവിടെയാണ് 430 മുകളിൽ എടുക്കുകയാണെങ്കിൽ 50 പോയിൻ്റാണ് നിങ്ങൾക്ക് സൂക്ഷ്മമായിട്ട് വാച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അതിന് മുകളിൽ അതായത് ആൾ ടൈം ഹൈ ബ്രേക്കൗട്ട് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുത്ത് പോകാം. 25,535 വരെ ആയിരിക്കും നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഏതായിരുന്നാലും നാളെ സേഫ്റ്റി ആയിട്ട് പോവുകയാണെങ്കിൽ 25,482 എന്നുള്ള ഒരു ആൾ ടൈം ഹൈ ബ്രേക്കൗട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ അതിന് മുൻപ് തന്നെ 25,430 നിങ്ങൾക്ക് എടുത്ത് പോകാൻ കഴിയും. അപ്പോൾ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നാളെ നടത്താൻ കഴിയും. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ല ഒരു അപ്പ് മൂവ്മെൻറ്റ് തന്നെയാണ്, സൂപ്പറായിട്ട് തന്നെയാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. നോക്കൂ, ഇതൊരു ട്രെൻഡ് ലൈനാണ്. ഇതിനെ ഭേദിച്ചുകൊണ്ട് ഇതിനെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോയതിന് ശേഷം ഇവിടെ നോക്കൂ, വീണ്ടും ഒരു ട്രെൻഡ് ലൈന്, ഇവിടെ ഒരു ചാനൽ പാറ്റേൺ ഫോമായി കാണാൻ കഴിയുന്നുണ്ടാവും. ഇപ്പോൾ ഇന്ന് ഈ ഒരു ലൈനെയും ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തുകൊണ്ടാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു പാരലൽ ചാനൽ ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇന്ന് ബാങ്ക് നിഫ്റ്റി മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഇവിടെ വേറെ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു നിഫ്റ്റിയെ പോലെ തന്നെ ഒരു ഡബിൾ ടോപ്പ് പോലെ ഫോമായി. ഇനി ഒരു പക്ഷേ വീണ്ടും ഇനി നാളെ നിഫ്റ്റിയോടൊപ്പം അല്ലെങ്കിൽ മൊത്തത്തിലെ എല്ലാ ഇൻഡെക്സുകളും മാർക്കറ്റും തന്നെ താഴേക്ക് വരാം. അങ്ങനെ താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ലൈന് ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസാണ് ആക്ട് ചെയ്യുക. 52,480 എന്നുള്ള ഒരു ലൈന്, അവിടെ ഒരു ചെറിയൊരു സപ്പോർട്ട് ആക്ട് ചെയ്യും. അതിനുശേഷം താഴെ വരികയാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് ലൈന് 51,580 600 ആ ലെവലായിരിക്കും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. ഒരു പക്ഷേ നാളെ ഒരു ഓപ്പണിങ്ങിന് ശേഷം ഇതുവരെ പോയിക്കൊണ്ടായിരിക്കാം ചിലപ്പോൾ തിരിച്ച് താഴേക്ക് വരിക, നമുക്ക് പറയാൻ കഴിയില്ല. നോക്കൂ, 53,350 വരെയൊക്കെ പോയിട്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇന്നിപ്പോൾ 53,630 52,630 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 52,960. അപ്പോൾ 52,960 53,370 ഏകദേശം നല്ലൊരു പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്, 400 പോയിൻറ്റിനടുത്ത് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ 53,370 എന്നുള്ള ഹൈ പോയി, അല്ലെങ്കിൽ അതിനടുത്തൊക്കെ പോയിട്ടായിരിക്കും ഒരു പക്ഷേ തിരിച്ച് താഴേക്ക് വരിക. അങ്ങനെ മുകളിലേക്കാണ് നാളെ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും എൻട്രി എടുത്ത് പോകാം. 52,990 മുകളിൽ നിങ്ങൾക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ 53,370 വരെ വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇൻ കേസ് താഴേക്കാണ് വരുന്നതെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിന് താഴെ നിങ്ങൾ എൻട്രി എടുത്താൽ മതിയാവും. ഇവിടെ നിന്നും എൻട്രി എടുത്ത് വരാം. 52,350 താഴെ എൻട്രി എടുക്കുകയാണെങ്കിൽ, നമുക്ക് എൻട്രി ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ടാണ് ആദ്യമായിട്ട് നമുക്ക് ആക്ട് ചെയ്യുക. 51,750 കുഴപ്പമില്ല, അത്യാവശ്യം ഡിഫറൻ്റ് ഉണ്ട്, അത്യാവശ്യം ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നാളെ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇതുപോലെ ട്രേഡിംഗ് സെറ്റപ്പ് നടത്താവുന്നതാണ്. മറ്റ് ഇൻഡെക്സുകൾ എന്ന് പറയുന്നില്ല, ഈ 2 ഇൻഡെക്സുകൾ നിങ്ങൾ നാളെ നിങ്ങളുടെ ചാർട്ടിൽ വളരെ വ്യക്തമായി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ വരച്ച് പ്രോപ്പറായ സമയത്ത് എൻട്രി എടുത്ത് പോകാൻ ശ്രമിക്കുക. പൊതുവേ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി മറ്റ് ഇൻഡെക്സുകളൊക്കെ മൊത്തത്തിൽ മാർക്കറ്റിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഈ റീറ്റെയിൽ ട്രേഡേഴ്സിന് ട്രേഡിങ്ങിന് പറ്റിയ ഒരു സാഹചര്യത്തിലൂടെയല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കാൽപ്പിംഗ് ചെയ്തുകൊണ്ട് തന്നെ വേണം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ. കറക്റ്റായി ഒരു 100 പോയിൻ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കാണുന്നില്ല. അത്രത്തോളം വാളറ്റൈലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ സൈഡ് വേസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക.
നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.